ഞാൻ സുജിത്ത് വെറൈറ്റി ഫാർമർ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം തണ്ണിമത്തൻ വിളവെടുപ്പ് അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വലസൈഡ് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എല്ലാവരുടെ ഫോണിൽ എത്തത്തുള്ളൂ. വിളവെടുത്ത് തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ 1000 കിലോ തണ്ണിമത്തൻ പ്രതീക്ഷിച്ചാണ് നമ്മൾ വിളവെടുപ്പ് ആരംഭിച്ചത്. പക്ഷേ വിളവെടുപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 3000 കിലോയ്ക്ക് മേലെ തണ്ണിമത്തനുണ്ട്. അപ്പം ദേശീയപാതയോരത്തെ 11 ML എൻ്റെ ഷോപ്പിലൂടെയാണ് ഇത് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. റീറ്റെയിൽ പ്രൈസ് 30 രൂപയ്ക്കും അപ്പം ഹോൾസെയിൽ അതിൻ്റെ റേറ്റ് കുറച്ചുമാണ് നമ്മൾ ഇവരുടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വെള്ളരി വർഗത്തിൽപ്പെട്ട ഒരു പഴമാണ് തണ്ണിമത്തൻ. ഇത് ദാഹവും വിശപ്പും ഒരുപോലെ ശമിപ്പിക്കാൻ സഹായകമാണ്. സിട്രസ് ലനേറ്റ്സ് എന്ന തണ്ണിമത്തൻ്റെ ജന്മദേശം ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശത്താണ്. തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലും ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും തണ്ണിമത്തൻ കൃഷിക്ക് തികച്ചും അനുയോജ്യമാണ്. പഴമായും പച്ചക്കറിയായും ഇതിനെ കണക്കാക്കാം. തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ എന്ന ഘടകം ക്യാൻസറിനെ ചെറുക്കാൻ വളരെയധികം സഹായകമാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സൈഡുകൾ ഹൃദയാരോഗ്യത്തിന് വളരെയധികം ഫലപ്രദമാണ്. തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ ശരീരത്തിനുണ്ടാകുന്ന അമിതഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ഫോളിക് ആസിഡിൻ്റെ കുറവ് പരിഹരിക്കാനും ഇത് വളരെ ഫലപ്രദമാണ്. കണ്ണിനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വളരെയധികം ഫലപ്രദമാണ്. തണ്ണിമത്തൻ കഴിക്കുന്നതിലൂടെ വൃക്കകളുടെയും കരളിൻ്റെയും ആരോഗ്യം വർദ്ധിക്കുന്നു. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന സിട്രുലിൻ എന്ന അമിനോ ആസിഡ് ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. ഇതിലുള്ള ഫോളിക് ആസിഡ് ചർമ്മത്തിനും മുടിക്കും സംരക്ഷണം നൽകുന്നു. പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്, അയോഡിൻ എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമാണ്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമുക്ക് തണ്ണിമത്തൻ ആണ് പ്രധാനമായിട്ടും നടന്നത്. കാരണം അതിന് ആ സമയത്തുള്ള ഡിമാൻഡ്, ചൂട് കൂടുന്തോറും തണ്ണിമത്തിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നാടൻ തണ്ണിമത്തനാകുമ്പോൾ ആൾക്കാർക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാരണം മറ്റേ പുറത്തുനിന്ന് തന്നെ കേരളത്തിൽ നിന്നൊക്കെ വെളിയിൽ നിന്ന് തണ്ണിമത്തിനേക്കാളും ഒരുപാട് മധുരവും അതുപോലെ ഗുണവും ഒക്കെ നാടൻ തണ്ണിമത്തിന് വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത സീഡാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. സിക്കന്ത ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ചെങ്കുമ്മട്ടി, കുമ്മട്ടി എന്നീ പേരുകളിൽ തണ്ണിമത്തൻ അറിയപ്പെടുന്നുണ്ട്. തണ്ണിമത്തൻ ചില സ്ഥലങ്ങളിൽ ബത്തയ്ക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ തോട് ഉപയോഗിച്ച് തോരനുണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും സാധിക്കും. കൂടാതെ ഐസ്ക്രീം, ജ്യൂസ് എന്നിവയും ഇതിൽ നിന്നും നമുക്കുണ്ടാക്കാം. അന്തരീക്ഷത്തിലെ ഈർപ്പവും കുറഞ്ഞ വരണ്ട കാലാവസ്ഥയും തണ്ണിമത്തൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. കേരളത്തിൽ ഈ വിള ഡിസംബർ മുതൽ മാർച്ച് മാസം വരെ കൃഷി ചെയ്യാവുന്നതാണ്. സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന സ്ഥലത്താവണം ഇത് കൃഷി ചെയ്യേണ്ടത്. വ്യത്യസ്ത ഇനം തണ്ണിമത്തനുകൾ ഇന്ന് ലഭ്യമാണ്. അർക്കാമാനിക് എന്ന ഇനത്തിന് ഇളം പച്ചയോ കടും പച്ചയോ നിറമുള്ള വരകളോടുകൂടിയ കായകളാണ് ഉള്ളത്. കൂടാതെ ചാരനിറത്തിലുള്ള പുറംതൊണ്ടും ചുവന്ന കാമ്പോട് കൂടിയതുമായ ഷുഗർ ബേബി, ഇവയ്ക്കു പുറമെ ജൂബിലി, യെല്ലോ ഡോൾ, മൂൺ ആൻഡ് സ്റ്റാർ എന്നിങ്ങനെ പലതരം ഇനങ്ങളാണ് ഉള്ളത്. കളകൾ ചെത്തിമാറ്റി കിളച്ച സ്ഥലത്ത് തൈകൾ നടുക. നടുന്ന തൈകൾ ഒരേ ദിശയിലേക്ക് വള്ളി വീശാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വള്ളികൾ തമ്മിൽ കെട്ടുപിണയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടിവളമായി ചാണകപ്പൊടിയും എല്ലുപൊടിയും ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും. തണ്ണിമത്തൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കാ വീണതിന് ശേഷം മണ്ണിൽ നിന്നുമുള്ള ചൂട് നേരിട്ട് കായലിലേക്ക് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാ വിണ്ട് കീറുന്നതിന് അത് കാരണമാകും. അതിനാൽ കായ ഉണ്ടായതിനു ശേഷം അതിനടിയിൽ തുണിയോ കട്ടിയുള്ള മറ്റേതെങ്കിലും ഷീറ്റോ എന്തെങ്കിലും ഇട്ടിരിക്കണം. അതല്ലെങ്കിൽ മണ്ണിൻ്റെ ചൂട് ഏറ്റ് കാ വിണ്ട് കീറുകയും അത് നശിക്കുകയും ചെയ്യും. തണ്ണിമത്തൻ കായയുടെ ഏതെങ്കിലും ഒരു ഭാഗം മഞ്ഞ നിറമായി കഴിഞ്ഞാൽ അത് വിളവെടുക്കാൻ പാകമായി എന്നതാണ് സൂചിപ്പിക്കുന്നത്. തണ്ണിമത്തനിൽ ആൺകായയും
പെൺകായയും തിരിച്ചറിയുന്നത് അതിൻ്റെ ഷേപ്പ് നോക്കിയാണ്. ഉരുണ്ട തണ്ണിമത്തനാണെങ്കിൽ അത് പെൺകായയും നീളമുള്ളതാണെങ്കിൽ അത് ആൺകായയുമായിരിക്കും. അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തണ്ണിമത്തൻ കൃഷി ഇവിടെയൊക്കെ കേരളത്തിലൊക്കെ നടന്നിരുന്നു. എങ്കിലും മറ്റു ജില്ലകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കഞ്ഞിക്കുഴിയിലൊക്കെ തണ്ണിമത്തൻ കൃഷി ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തണ്ണിമത്തൻ്റെ ഗുണമേന്മയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കേരളത്തിൽ നിന്നൊക്കെ വെളിയിൽ നിന്നൊക്കെ തണ്ണിമത്തന് ഒരുപാട് വരാറുണ്ട്. അതിനേക്കാളൊക്കെ ഒരുപാട് ഗുണവും ടേസ്റ്റും ഒക്കെ നാടൻ തണ്ണിമത്തന് വളരെ കൂടുതലാണ്. ഇന്ന് മാർക്കറ്റിൽ ധാരാളമായി കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്ന തണ്ണിമത്തൻ ലഭിക്കാറുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. തണ്ണിമത്തൻ മായമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തനെടുത്ത് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ജ്യൂസ് ഒഴിക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അരമണിക്കൂർ വയ്ക്കുക. ഒറിജിനൽ തണ്ണിമത്തനാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ വെളിച്ചെണ്ണയിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാകും. എന്നാൽ കൃത്രിമമായി നിറം ചേർത്തിട്ടുള്ളതാണെങ്കിൽ അത് പാത്രത്തിനടിവശത്ത് അടിഞ്ഞിരിക്കും. പ്രധാനമായിട്ടും ഇതിൻ്റെ സീഡ് വരുത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. സിക്കന്തായ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്ത് പോരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മധുരം ആ തണ്ണിമത്തിന് വളരെ കൂടുതലും കുരു വളരെ കുറവാണ്. ഒരു സീഡിന് ഏകദേശം 3 രൂപയോളം വില വരും.
ഇത് എൻ്റെ 30 സെന്റിൽ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ്. ഇനി നടക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം രണ്ടാമത്തെ സ്റ്റേജ് ഇപ്പോൾ 2 പരുവത്തിൽ നിൽക്കുകയാണ്. അതൊക്കെ 5 ഏക്കറോളം വന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദം